CPMൽ പിണറായിയെ ക്യാപ്റ്റനായി വാഴിക്കുന്നു എന്ന ആരോപണം ശക്തമായി തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, മൂന്നാം തവണയും പിണറായി വിജയനെ തന്നെയായിരിക്കും ഐക്കണായി പ്രഖ്യാപിക്കുക എന്ന വാദവും നിലനിൽക്കുന്നുണ്ട്. അതിനായി CPMനെ സംബന്ധിച്ച് എല്ലാ നിയമവശങ്ങളും എല്ലാ ന്യായങ്ങളും എഴുതിത്തള്ളുമെന്നുള്ള വാദവും ഇപ്പോൾ അന്തരീക്ഷത്തിലുണ്ട്. അതിനെ സാധൂകരിക്കുന്ന ഒന്നാണ് പ്രായപരിധി. പ്രായപരിധി എന്നത് 75-ന് മുകളിൽ പ്രായപരിധി എന്നത് CPM വെട്ടിച്ചുരുക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യവും കഴിഞ്ഞ കുറച്ച് നാളുകളായി ചർച്ച ചെയ്യുന്നുണ്ട്. പിണറായി വിജയനെ സംബന്ധിച്ച് ഈ പ്രായപരിധി ഒരു പ്രശ്നമാകില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകളും നിലവിൽ വന്നിരുന്നു. എന്തു തന്നെയാണെങ്കിലും ഇന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് ഇതിന് കൃത്യമായി തന്നെ മറുപടി നൽകിയിരിക്കുകയാണ്. പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്ക് പ്രായപരിധിയിൽ ഇളവുണ്ടാവാറില്ല എന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ മാഷ് എന്ന് പറഞ്ഞത്. പിണറായി വിജയന് പ്രായപരിധിയിൽ ഇളവുണ്ടാവുമെന്ന വാർത്തയ്ക്കിടെയാണ് ഗോവിന്ദൻ മാഷിന്റെ ഈ പ്രതികരണം. ഇളവ് ലഭിച്ചില്ല എങ്കിൽ 7 പേരാണ് PBയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരിക. രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന പരിഗണന നൽകിയാണ് പിണറായിക്ക് പാർട്ടി ഇളവ് നൽകുന്നത് എന്നതായിരുന്നു നിലവിലെ റിപ്പോർട്ടുണ്ടായിരുന്നത്. എന്നാൽ കേരള മുഖ്യമന്ത്രി എന്ന പരിഗണനയിൽ പിണറായി വിജയന് കഴിഞ്ഞ തവണ അനുവദിച്ചതുപോലെ തന്നെ ഇളവ് ഇത്തവണയും നൽകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അങ്ങനെയെങ്കിൽ 2026 തെരഞ്ഞെടുപ്പിലും ഇന്ത്യ മുന്നണിയെ പിണറായി വിജയൻ തന്നെ നയിച്ചേക്കും എന്നുള്ള വാർത്തകളും ഉണ്ടായിരുന്നു. നിലവിൽ CPM പോളിറ്റ് ബ്യൂറോ അംഗമാണ് പിണറായി. 75 എന്ന പ്രായപരിധി പിന്നിട്ടതിനാൽ തന്നെ പിണറായിക്ക് PBയിലെ സ്ഥാനം ഒഴിയേണ്ടതുണ്ടായിരുന്നു. എന്നാൽ പിണറായിക്ക് പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കണമെന്ന ആവശ്യം കേന്ദ്ര നേതൃയോഗങ്ങളിൽ ചർച്ചയായിരുന്നു. ഇതൊരു പക്ഷേ പാർട്ടി അംഗീകരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നു. അതിനുശേഷം നിയമസഭയിലേക്ക് വീണ്ടും മത്സരിക്കുമെന്നും ധർമ്മടത്ത് അൻവർ നടത്തിയ വെല്ലുവിളി ഏറ്റെടുക്കാൻ സന്നദ്ധനാണ് താനെന്ന സന്ദേശം CPM നേതാക്കൾക്ക് പിണറായി വിജയൻ നൽകുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും ചില സൂചനകൾ നൽകിയിരുന്നു. അൻവർ ചില കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എന്നും അതിന് തന്റെ ഓഫീസിനെ ഉപയോഗിക്കേണ്ട എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് വൻ മുന്നേറ്റമുണ്ടാക്കാൻ K സുധാകരന് സാധിച്ചിരുന്നു. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിലും ഈ മേഖലയിൽ CPMന് വോട്ട് ചോർച്ചയുണ്ടായി. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ധർമ്മടത്തെ മത്സരം അൻവർ ചർച്ചയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ധർമ്മടത്ത് വീണ്ടും പിണറായിയെ മത്സരിപ്പിക്കാനുള്ള നീക്കം കണ്ണൂരിലെ പിണറായി അനുകൂലികൾ തന്നെ നടത്തിയേക്കും. ബംഗാളിലും ത്രിപുരയിലും ഇപ്പോൾ CPM ഭരണമില്ല എന്നും അതുകൊണ്ട് തന്നെ ഏക സംസ്ഥാനമായ കേരളത്തിലെ ഭരണം CPMനെ കൈവിട്ട് കളയാനുമാകില്ല. ഈ സാഹചര്യത്തിൽ പിണറായി വിജയൻ തന്നെ പാർട്ടിയുടെ ക്യാപ്റ്റനായി തുടരണമെന്ന വാദം CPMൽ സജീവവുമായിരുന്നു. നിലവിൽ പിണറായിയെ കൂടാതെ പോളിറ്റ് ബ്യൂറോയിലെ നിരവധി നേതാക്കൾ പ്രായപരിധി പിന്നിട്ടവരാണ്. 17 അംഗ PBയിൽ 7 പേർ 75 വയസ്സ് കഴിഞ്ഞവരുമാണ്. കഴിഞ്ഞ സമ്മേളനകാലത്തെല്ലാം തന്നെ CPM 75 പ്രായപരിധി നടപ്പിലാക്കിയിട്ടുണ്ട്. എന്നാൽ പ്രായപരിധിയിൽ പാർട്ടിക്കുള്ളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുമുണ്ട്. കമ്മിറ്റിക്കുള്ളിൽ അനുഭവ സമ്പത്തുള്ളവർ വേണമെന്നത് തന്നെയാണ് എതിർക്കുന്നവരുടെ വാദം. പ്രായപരിധിയുടെ പേരിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട മുൻ മന്ത്രി G സുധാകരൻ പാർട്ടി പ്രവർത്തനത്തിന് പ്രായപരിധി നിർബന്ധമാക്കുന്നതെന്ന വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ നിയമം എന്നാണ് നിലവിൽ വന്നത്, അത് ഇന്നാണെങ്കിലും മാറ്റാമല്ലോ എന്ന് G സുധാകരൻ അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ കേരളത്തിൽ പിണറായി മാറിക്കഴിഞ്ഞാൽ സമാനമായ കരുത്തുള്ള ഒരു നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കുവാനായി പകരമില്ല എന്നത് CPMനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ടായിരുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ അപ്രതീക്ഷിതമായ വിയോഗമാണ് ഈ നേതൃപ്രശ്നം CPMൽ ഉയർത്തിയതു എന്നുള്ളതും ശ്രദ്ധേയമാണ്. പിണറായിയുടെ പകരക്കാരൻ എന്നത് എല്ലാവരും കരുതിയിരുന്നത് കോടിയേരിയെയാണ്. ഈ സാഹചര്യത്തിൽ കരുത്തനായ പടത്തലവനില്ലാതെ മത്സരിച്ചു കഴിഞ്ഞാൽ 2026 ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം കിട്ടാൻ ബുദ്ധിമുട്ടുകൾ ഏറെയുമാണ്. അതുകൊണ്ട് മികച്ച ഭരണമാണ് പിണറായിയുടെ നേതൃത്വത്തിലെന്ന സന്ദേശം അടുത്ത തെരഞ്ഞെടുപ്പിലും ജനങ്ങൾക്ക് നൽകാൻ പിണറായി തന്നെ നയിക്കണമെന്ന വാദമാണ് CPMൽ സജീവമെന്നതാണ് നിലവിലെ സൂചനകൾ.